നല്ലത് എന്താ? മുന്തിരി ജ്യൂസ്. മുന്തിരി വൈന പറയും. ആ ക്രിസ്തുമസ് ഒക്കെ ആനായല്ലോ, അപ്പൊ അതിനൊക്കെ ഉണ്ടാക്കിയ ഇതെന്താ ഫുൾ കഴുകി ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ടില്ലേ? മരുന്നടിച്ച പാട് എത്ര അത് വാങ്ങിച്ചേക്കാ? ഉണ്ടാക്കിയത് ഓർമ്മ ഉണ്ടാവുള്ളൂ, അത് തീരെ അറിയില്ല. കുപ്പിയിലവിടെ ആക്കിക്കും, 2 ദിവസം കൊണ്ട് കുപ്പി കാലിയാക്കും. പണി മാത്രം ഞമ്മക്ക് ബാക്കി. അങ്ങനെങ്കിലും സഹായിക്കണ്ടേ? അതെ, ഇന്ന് സഹായിക്കാൻ ഉഷാറാണ്. ഞാൻ സൗകര്യം പോലെ അങ്ങനെ കുടിക്കാൻ വെക്കും. 2 ദിവസം കഴിയുമ്പോൾ ചേച്ചി വാസം കൂടി എടുത്തിട്ട് പിന്നെ പച്ചളൊക്കെ കൂടി നിർത്തിയിട്ട് പിന്നെ ഇതായി ചോറ്റക്കും മുന്തിരി ജ്യൂസ് ഉണ്ടാക്കി ഹെൽപ്പ് ചെയ്യാൻ. നമ്മക്കൊണ്ട് കഴിയണ കാര്യല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഞാൻ ഇരിയാ നിന്നാ ചെലപ്പത്തില് 2 കൊല ബാക്കിയില്ല, ബാക്കിയൊക്കെ ഞാൻ വായല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഏതായാലും മുന്തിരിപ്പാടൊക്കെ പാടിയോല് കഴിഞ്ഞു പേടിച്ചിട്ടുണ്ടോ? മുന്തിരിപ്പാടം ആകറിയാവുന്ന തൊഴിലാണ് മുന്തിരിയോ തിന്ന. നിങ്ങളമ്മ നല്ല ഫുഡ് ഉണ്ടാക്കി തരൂല. ഉമ്മ മാത്രല്ല ഞങ്ങളെ വൈഫും. ഞാൻ ഉണ്ടാക്കണ ഫുഡ് ടേസ്റ്റ് ഉണ്ടോ? കൈപ്പുണ്യം ഉണ്ടോ? പിന്നെ എന്തിനാ ലക്കില്ലാത്ത? മുറുക്ക് വെള്ളം കിട്ടൂല. അയ്യടേ അല്ലാത്തതിലെന്താ എന്റെ കുഴപ്പമെന്താ? നല്ല ഭാര്യനല്ലേ കിട്ടി? അടിപൊളി ഭാര്യയല്ലേ? അല്ലട്ടോ ഞങ്ങളോട് പൊക്കാന്ന് പറയാം. ഉള്ളോല് പറഞ്ഞോളൂ, എനിക്കൊരു കുഴപ്പമില്ല. ഉമ്മ നിങ്ങക്ക് ഇതാ മകനിതാ മുന്തിരി വൈൻ ഉണ്ടാക്കി തരുന്നേ. അല്ലമ്മ മകനിതാ നല്ല മുന്തിരി വൈനൊക്കെ ഉണ്ടാക്കി തരുന്നേ. നിങ്ങളെ ശരീരം നിങ്ങൾ തടിയില്ലാന്ന് പറഞ്ഞു, അപ്പൊ തടിക്കാൻ വേണ്ടി മകൻ കവിളൊക്കെ ക്ഷീണിച്ച് എല്ലാരും മുന്തിരി ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇമ്മാന്റെ മുഖം പറ്റ ടയേർഡായി പോയിന്. അപ്പൊ അത്ര ആകുമ്പോ നിങ്ങളൊക്കെ സ്ത്രീ അല്ല, 2 സ്ത്രീ അല്ലേ? അല്ല എന്തൊരു സ്ത്രീയാ? 2 സ്ത്രീ ഡബിൾ. ഇവിടെ എല്ലാരും കൂടിയാ ചിരിച്ചിരിച്ച് മണ്ണപ്പിട്ടോ അമ്മാരിയാ. ബുദ്ധി കുറവായതിന് ഇപ്പൊ നല്ല മറ്റേത് കൊണ്ടുവരുന്ന കൊടുക്കലുണ്ട്, തലച്ചോറ് കൊണ്ടുവന്ന് കൊടുക്കലുണ്ട്. ഇന്നുണ്ടാക്കി ആവശ്യത്തിലേറെ ബുദ്ധിയും സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി കല്ലിപ്പിട്ടൂടേടാ. ഉപ്പ്, വെങ്കായം ഒന്ന് വയ്ക്കണം. ഞങ്ങൾക്ക് ഇടണമെങ്കിൽ അതൊക്കെ ഇത്ര വെള്ളം വെച്ചാൽ മതി. ഇത് ഉള്ളു വെക്കാൻ മൂടി വരുന്നത്. ആ വെള്ളം കഴിക്കണേലാരും മഞ്ഞപ്പൊടി. ഉമ്മാക്കെന്താ ഒരു ചട്ടിയും കുടുക്കൊക്കെ എടുത്തിട്ട് മകൻ അടുക്കളയിൽ കയറിയ ഉമ്മ പോട്ടോ. പിന്നെ എടുത്തു കുടിക്കൽ എനിക്കും അറിയാലോ. സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. പച്ചരസോ? എനിക്ക് ചോപ്പ ഇഷ്ടം. എനിക്ക് ചോപ്പ് എന്നാ മതി. പച്ച എന്നാ ഞാൻ എന്താ പശുവോ?
അത് ചോറിന്നിട്ടില്ല മുടീനെ കുട്ടികളെ അപ്പോൾ പിന്നെ ചെണ്ട ചെണ്ട ഇപ്പം വേണ്ട പത്തക്കൊക്കെ ചേർത്തു. അപ്പം നമ്മൾ ജ്യൂസ് മുന്തിരിയാണ് ഇതിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ 2 കിലോയിലോടാണ് ഈ ഒരു വെള്ളം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ നല്ല അത് വേവിക്കണം. അപ്പം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടാണ് ഈ ഒരു കുടുക്ക വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പം നല്ല രീതിയിൽ ആ മുന്തിരിയൊക്കെ അതിൽ ഉടഞ്ഞ് നല്ല ഇതിലായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലൊരു നമ്മൾ ഏതാണോ പാത്രം അതിലേക്ക് ജസ്റ്റ് അരിച്ചെടുത്താൽ മതി. അപ്പം തന്നെ ഏകദേശം അത് ഉടഞ്ഞ് നല്ല രീതിയിൽ പേസ്റ്റ് പോലെ ആകും. അതിൻ്റെ ചണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രയും അത് വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ടാവും. സംഭവം സിമ്പിളാണ്, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് എന്തായാലും ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസിൻ്റെ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മൾ ഫാമിലിയിലൊരു മെമ്പർ ആവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാമിലി വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മുതൽ എല്ലാ ദിവസവും ഫാമിലി വ്ളോഗ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളെ ചാനലൊന്ന് ഇഷ്ടമായാൽ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വ്ളോഗ് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണണം. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി ഓരോന്നായിട്ട് നോക്കാം. ടേസ്റ്റ് ഉണ്ടോ പപ്പന്റെ മുന്തിരി വൈന്? രസമുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് ഇങ്ങനെ ഒരു 4 ബോട്ടിൽക്കായിട്ടുണ്ട്. 2 വലിയ ബോട്ടിലും ഒരു ചെറിയ ബോട്ടിലും ഫില്ലായിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് കുടിച്ചാൽ മതി. ഗസ്റ്റൊക്കെ വരുമ്പോൾ അതുപോലെ ഉണ്ടാക്കി വെച്ചാൽ ഗസ്റ്റിന് കൊടുക്കാൻ നമുക്ക് ക്ഷീണം മാറ്റാം. നമുക്കാണേറെ അപ്പോൾ ഇക്കാൻ്റെ സ്പെഷ്യലായിട്ടുള്ള സംഭവം കേട്ടോ. നല്ല തിക്കുള്ള ഇതാണ്. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് കുടിച്ചാൽ മതി. വേണ്ട. ഓ ഞാൻ തരുന്നുണ്ടോ വേറെന്തോ സംഭവിച്ചു ഒരു ഇംലി. അപ്പൊ എനിക്ക് കൊണ്ടുവന്ന് ചെറിയൊരു ഓട്ടേക്ക രീതി കാട്ടിത്തരാം. ചെറിയൊരു ഓട്ടേക്ക കുറച്ച് ചീച്ച തിന്നാറ്റുള്ളൂ. അല്ല ഞാൻ വേറെ തീരും 50 പൈസന്റെ വില. ഓ പെണ്ണുങ്ങൾക്ക് കൊണ്ടുവന്ന സാധനം കേട്ടോ. ഒരു ഇംലി ഒന്നല്ല 2 ഉമ്മ കാണമ്മ എന്താ മകൻ കൊണ്ടുവന്ന് സ്കൂളിലൊക്കെ പഠിച്ചത് എന്താ ചെയ്യലേ അറിയോ? നിങ്ങളൊക്കെ എന്താ ചെയ്യല്? ചെറിയൊരു ഓട്ടോ എന്നിട്ട് മൈലാഞ്ചി പോലെ ഇങ്ങനെ വരക്കും കൈ, എന്നിട്ട് അതങ്ങനെ നക്കി തിന്നു. കഴിഞ്ഞ ദിവസം ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ തുള്ളിട്ടിട്ട് അങ്ങനെ നിങ്ങൾ സ്കൂളിൽ തീർച്ചയായും ഈ സാധനല്ലേ മറ്റേ വിളിച്ചത് കറുത്ത നായിക്കാട്ടമാരത്തെ അതിന് പറയല അണ്ണാച്ചിയാണ്. വിളിച്ചത് ഇല്ല, ഞാൻ വിളിച്ചില്ല. തരൂല പറ്റിക്ക ഒന്ന് തിരക്കുണ്ടായിരിക്ക. പുളിയച്ചാർ എങ്ങനെ തിന്നനെ പഠിപ്പിച്ചു തരുന്ന ക്ലാസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഓട്ട വലുതാക്കി കഴിഞ്ഞാലേ വേഗം കഴിയും. 50 പൈസ പോണ വെച്ച് കാണൂല, ഒരു വലിക്ക് തീരും. അപ്പൊ ചെറിയ ഓട്ടാക്കിയ ശേഷം ലേശിച്ചെടുത്ത് തിന്നാ ഒരുപാട് തിന്നാ. അപ്പം നല്ലൊരു ക്ലാസ് ആണ് ഇപ്പൊ കഴിഞ്ഞത്. അപ്പൊ എല്ലാരും കഴിക്കണ ഒരു രീതി ഉണ്ട്. എന്റെ കണ്ടില്ലേ പെട്ടെന്ന് കഴിഞ്ഞ് എന്റെ ഫാൾട്ടാണ്. വലുതാക്കി വേഗം കഴിയണ്ടേ? അതിപ്പോ ചെമ്പട്ടി കളിക്ക് മുക്കി കുടിച്ചാലെന്നാ ടേസ്റ്റ് ആസ്വദിക്കണമെങ്കിൽ ചെറിയ ഓട്ടാക്കി. നിങ്ങൾ പോയി കുളിച്ചാണി ഫുഡ് സലാഡൂടെ ഇതൊക്കെ എന്താ എന്റെ ഒക്കെ വിനാഗറുണ്ട്. വിനാഗരം ലേശം കൂടിയിട്ട്